ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടു. എഴുന്നേൽക്കാൻ നല്ല ലേറ്റായിപ്പോയി. ഒരു 6 മണിക്ക് എഴുന്നേറ്റതാണ്. പിന്നെയും കടന്നുറങ്ങി. അങ്ങനെ ഇപ്പോൾ 8:49 ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ വിറ്റൊക്കെ അടിച്ചു കയറി എന്നിട്ട് പിന്നെ പോയി കിടന്നതാണ്. അപ്പൂസ് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല കേട്ടോ, നല്ല ഉറക്കമാണ്. അപ്പോൾ ഇനി പല്ല് തേക്കണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അതായത് നമുക്ക് നേരെ മുടിയെല്ലാം പോയി ഗായ്സ്. നമുക്കൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമ്മുടെ വീടിൻ്റെ മുന്നിൽ നേരെ റബ്ബറും തൊടിയാണ്. അപ്പം അതേ നമ്മുടെ കൊച്ചിപ്പോഴും എഴുന്നേറ്റില്ല കേട്ടോ, നല്ല ഉറക്കമാണേ. അപ്പം അതേ രാവിലെ തന്നെ അമ്മച്ചിയുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ രാവിലെ തന്നെ കുളിക്കാൻ പോകും കേട്ടോ. കുളിച്ചിട്ട് വരാം, അല്ലെങ്കിൽ അമ്മച്ചി നല്ല വഴക്കം. അമ്മച്ചി അതുകൊണ്ട് രാവിലെ തന്നെ പോയി കുളിച്ചിട്ടൊക്കെ. നമ്മൾ ഇന്നലെ പോയ പാറക്കുടിയില്ലേ, അവിടെ തന്നെ അവിടെ അലക്കാൻ പോകും. വിളിക്കുക, അല്ലെങ്കിൽ ആരുടെ ഫോണെന്നാ വിളിക്കുക. കൊച്ചിനൊന്ന് കൂട്ടിക്കൊണ്ടുവന്നല്ലോ. മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങി. കുട്ടമ്മടെ പോലെ ആവും ഞാൻ. അതെ, പാരമ്പര്യം. ചേട്ടയുടെ ഞാൻ പറഞ്ഞു, ചേട്ടയുടെ ഒരു മുടി പോലും നരച്ചിട്ടില്ല, കളർ അടിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ലതാണ് പെട്ടെന്ന് നരയ്ക്കണത്. അത് കിളവികളായാലല്ലേ നമ്മളിതായിട്ടില്ല. മുടിയെല്ലാം നരച്ച് 2 കുട്ടിയാവുന്നില്ല. നരയ്ക്കാര് കാണാനും നരയ്ക്കണെങ്കിൽ നരക്കട്ടെ. അപ്പം അതെൻ്റെ തലയിൽ 1ഉം 2ഉം മുടിയൊക്കെ നരച്ചെണ്ണു. അതിൻ്റെ കാര്യം പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ അവിടേക്ക് ഞാൻ ഓടിപ്പോയി വേഗം ഓട്സും പഴവും മുട്ടയൊക്കെ വെച്ചിട്ട് ദോശ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് അവൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാലിട്ടടിക്കുന്നത്. ഇന്ന് നമുക്ക് ചക്ക കിട്ടുന്ന ദിവസം കേട്ടോ ഗൈസ്. ചക്ക കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അപ്പം ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് കേട്ടോ. ചക്ക കൊടുന്ന ഉടനെ പുഴുങ്ങണം. കുറേ ഈ ചക്ക കഴിക്കണമെന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ കഴിക്കാൻ ആഗ്രഹിച്ചൊരു സാധനം ചക്കയാണ്. ദിവസം രാവിലെ കുളിച്ചു കേട്ടോ ഗൈസ്. ഉണ്ടാ അത്തൂസിൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞു. ടാറ്റ പോവാണോ? ടാറ്റ. അതേ ഗൈസ്, ദേ ഇരിക്കണം നമ്മുടെ ചക്ക. ഒന്നും കൂടി ഉണ്ട് കേട്ടോ. 2 ചക്ക വെട്ടാൻ പോവാ കേട്ടോ. ഇത് ഇത്തിരി ഇത് കറുപ്പ് അല്ലേ, കണ്ടില്ലേ? വായ തുറന്നല്ലേ വല്ല ഈച്ച കയറി പോകും. പറഞ്ഞിട്ടാ. ഹായ്, ചക്ക ചക്ക ശരിയല്ല, അല്ലെങ്കിൽ ഒറ്റ വെട്ടിന് പൊളിയുണ്ടോ അല്ലേ? നിനക്ക് അമ്മ അതിൻ്റെ ഇത് പൊളിക്കണ്ട. എന്നാ തിന്നോ, എന്നാ നക്കി നോക്കണ്. അയ്യോ അയ്യോ. അങ്ങനെ ദേ ഞങ്ങൾ ചക്ക ഒരുക്കാൻ തുടങ്ങി കേട്ടോ.
എനിക്കാണെങ്കിൽ ചക്കയുടെ ഉള്ളിലെ കുരു ഉണ്ടല്ലോ, അത് ഈ ചക്ക പുഴുങ്ങുമ്പോൾ അതിനകത്ത് ഇട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇച്ചിരി ഓവറായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ചുമ്മാ തനിയെ പെറുക്കി തിന്നാനും അടിപൊളി തന്നെ ചക്ക. പത്തൂസി നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ചക്ക കഴിക്കുന്നതും ചക്ക വെട്ടുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അവൾ ഭയങ്കര ഒരു ആകാംക്ഷയോടെ നോക്കി നിൽക്കുമായിരുന്നു. ഇതേ നമ്മൾ നമ്മുടെ ചക്കയെല്ലാം അടിപൊളിയായി ക്ലീൻ ആക്കിയിട്ടുണ്ട്. പകുതി എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇത്രയും ചക്ക എടുത്തോളൂ. ഇനി വേഗം പോയിട്ട് ഇത് റെഡിയാക്കാം. അമ്മച്ചി കേട്ടോ ചക്ക പുഴുങ്ങാൻ പോണേ, എനിക്കറിയത്തില്ല. അപ്പോൾ അമ്മച്ചനെയും കൊണ്ട് നമുക്ക് പോകാം. ചക്ക പുഴുങ്ങിട്ടോ ഗൈസ്. അപ്പോൾ അതേ പ്രഗ്നൻ്റ് ആയേ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിച്ചൊരു സാധനം ചക്കയായിരുന്നു. നാട്ടിൽ വന്ന് ചക്ക അതേപോലെ പുഴുങ്ങി കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അത് കഴിക്കുമ്പോഴുള്ള ആ ഒരു എന്താ പറയുക, മനസ്സിനൊരു സുഖം, വയറിനും എല്ലാം മനസ്സൊക്കെ നിറഞ്ഞു പറഞ്ഞില്ലേ, അതുപോലെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല, പകരം ചക്കപ്പുഴുക്കാണ് കഴിച്ചത്. അതിന് ശേഷം അത്തൂസ് കുറച്ച് നേരം കളിച്ചു കേട്ടോ. അവൾക്കും കൊടുത്തായിരുന്നു ചക്കപ്പുഴുക്ക്. അവൾ അത്രയ്ക്ക് കഴിച്ചില്ല, കുറച്ചൊക്കെ അവൾ കഴിച്ചു. പിന്നെ ചോറാട്ടോ കൊച്ചു കഴിച്ചത്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് നാട്ടിലെ. അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കണ്ടെങ്കിൽ ദയവായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലിക്കല്ല ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.